Hi friends, JENY'S vlogലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചേന വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. ചേന വറുത്തിട്ട് തോരൻ വെക്കുന്നതാണ്. ഇതെന്റെ റെസിപ്പി അല്ല, ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ റെസിപ്പിയാണ്. അവളുടെ ചാനലിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ചേന എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കണ്ട വീഡിയോ എൻ്റെ ഫ്രണ്ട് ട്രാവൻകൂർ റെസിപ്പീസ് എന്ന് പറയുന്ന ചാനൽ അശ്വതിയുടെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലോളം ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഈ ചേനയുടെ പകുതി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെത്തി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ ചേന നന്നായിട്ട് ചെത്തി കഴുകി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ കനത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. തയ്യാറാക്കാൻ വേണ്ടി വേകാത്ത ചേനയാണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. ഈ റെസിപ്പി ചെയ്യാൻ ഉപയോഗിക്കേണ്ട ചേന നമ്മൾ വേകാത്ത, എന്നാലേ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. വെന്ത് പോകുന്ന ചേനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദിവസം ഇരിക്കില്ല. പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ നാൾ നമുക്കിത് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു വറവലാണിത്. അപ്പം ഞാനിവിടെ കാണിച്ച ചേനയുടെ പകുതി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാനൊരു വലിപ്പമുള്ള പച്ചമുളകായ കാരണം ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില വേണം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ ഇതിന് എടുക്കുക. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കൊട്ടത്തേങ്ങയാണ്. വെള്ളം വറ്റിയ തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ചെറിയ ഒരു തേങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 1 തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി, ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിലേക്കുള്ള മുളക് പൊടിയാണ്, ഇതൊരു 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ജീരകം വേണം, കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പം ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നാടൻ റെസിപ്പിയാണല്ലോ, അപ്പം അതിന് വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ വറുത്തെടുക്കുവാണ്, അപ്പോൾ അതനുസരിച്ചുള്ള വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരാനുള്ള ചേന ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്നിച്ചിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല, കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചേന ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. നമ്മൾ ചിപ്സൊക്കെ വറുക്കുന്ന സമയത്ത് അതിൽ ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മൾ ഓരോ വട്ടം ചേന ഇടുന്ന സമയത്ത് ഇതേപോലെ പകുതി വെന്ത് കഴിയുന്ന ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കണം. എങ്കിലേ ആ ചേനയിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് നീരാണ്, ഉപ്പായിട്ടിടല്, ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ എങ്ങനെയാണോ ചിപ്സ് വറുത്തെടുക്കുന്നത് അതേപോലെ ചേന എല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ചേന ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്ന ചേനയും നമുക്ക് കംപ്ലീറ്റ് വറുത്തെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഇട്ട ചേനയാണ്, അത് നമ്മൾ വറുത്ത് കോരുവാണ്.
അപ്പോൾ നമ്മുടെ ചേനയെല്ലാം വറുത്തെടുത്ത് നമ്മളിങ്ങനെ കിലുങ്ങുന്നതാണേ, കിലുകിലുകിലെന്നുള്ള ഒരു ശബ്ദമില്ല, അത് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ തേങ്ങയും ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഒത്തിരി ഒന്ന് ഗോൾഡൻ കളറാകണ്ട, പിന്നെ അതിനകത്ത് ഈ എണ്ണ നല്ലതായിട്ട് മൂത്തായ കാരണം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഇതേപോലെ കറുത്ത് പോകണം. അപ്പം നമ്മളിട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. അപ്പം ഞാനിത് ഓരോന്നും അങ്ങോട്ടിട്ടും വെച്ച് പിന്നെ മൂത്തെന്ന് പറഞ്ഞ് കാണിക്കുന്നത് എളുപ്പമൊന്നും ആകത്തില്ല. ഇതൊക്കെ ഈ ചേനയൊക്കെ ഫ്രൈ ആയി കിട്ടാൻ കുറേ സമയമെടുത്തു. അതേപോലെ തേങ്ങാക്കൊത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്. ഈ ഉള്ളി മൂക്കാനും കുറേ സമയമെടുത്തു. അപ്പം എല്ലാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അതിൻ്റേതായ സമയം വരുന്നുണ്ട്. പെട്ടെന്നൊന്നും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് താമസം എടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ ഈ ഉള്ളിയെല്ലാം ഫ്രൈ ആയത് കോരി എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് വറുത്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ഇതും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാം. ഇതിനകത്തിൽ ഒത്തിരി വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ എന്നെ ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കടുക് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ജീരകമാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച തേങ്ങയ്ക്ക് അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ ഇനി ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്നും നമുക്ക് മൂപ്പിച്ചെടുക്കണ്ട. അപ്പോൾ ഈ തേങ്ങയ്ക്കകത്തിലുള്ള വെള്ളവും പിന്നെ നമ്മൾ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾ പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒന്ന് പച്ചകുത്തലൊന്ന് മാറിയാൽ മാത്രം മതി, അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയ്ക്കകത്തിൽ നമ്മുടെ ഉള്ളിക്കൊക്കെ ഒരു ചെറുതായിട്ടൊരു ഉപ്പ് രസമൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേന ഫ്രൈ ചെയ്തപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പച്ചകുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചേന വറുത്ത തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനെ കൊണ്ട്. ചേനയിൽ വെറൈറ്റി പരീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ വെജിറ്റേറിയൻകാർക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പി തന്നെയാണിത്. താങ്ക് യു അശ്വതി. അശ്വതിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവർ കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആ ചാനലിലും ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നപ്പോൾ ഇത് നമുക്ക് തന്നെയാണെങ്കിലും കഴിക്കാനെ കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.